വിവാദം വരട്ടെ, അറിയില്ല, എനിക്ക് പറ്റി അറിയില്ല. വരുമ്പോൾ അറിയാം എന്ത് ടൈപ്പ് വിവാദമായിരിക്കും. പടം ചെയ്തില്ല, എന്ത് ചെയ്യാല്ല, നേരെ വരിക. ചലഞ്ചിങ് അത് എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ടറിനെക്കാട്ടും കൂടുതൽ ചലഞ്ചിങ് ഡയറക്ടർ സൈഡിനായിരിക്കും. കാരണം അത് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ മേക്ക് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നല്ല രീതിക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പെർഫോമൻസ് അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് തോന്നുന്നത്. നോക്കാം, നമുക്ക് കാണാം. ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ആദ്യം കഥ കേട്ടപ്പോൾ ത്രില്ലർ ഫുൾ നല്ല പവർഫുൾ ക്യാരക്ടറാണെന്നുള്ള രീതിയിലാണ്. പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്, ബാക്ക് സ്റ്റോറി ഉണ്ട്, നമുക്ക് നീ അങ്ങനെ ഇരിക്കണം. ഞാനൊരു രീതിയിൽ പരിപാടി പിടിച്ചു നോക്കിയാൽ ഓളത്തിനെ പോയി. അഭിനയത്തിൽ ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്ന കാഴ്ചകളാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു രണ്ടാമത്തെ സാധനത്തിൻ്റെ സീനൊക്കെ ഉണ്ട്, ഭയങ്കര നല്ലതായിരുന്നു. സംഗീതത്തിലാണെങ്കിലും അല്ലാത്ത ആ ഒരു പേടിയൊക്കെ കാണിക്കുന്ന സീനാണെങ്കിലും ഈ ഒരു സിനിമയാണെങ്കിലും അഭിനയത്തിൽ ഇങ്ങനെ കയറി ഗ്രാഫ് കയറി വരുന്നത് അത് പ്രേക്ഷകർക്ക് വളരെ നല്ലൊരിതാണ്. അതിനെപ്പറ്റി എന്താ പറയുക? ഭയങ്കര സന്തോഷം. നമ്മൾ ശ്രമിക്കുന്നതും അതിനാണല്ലോ. ഓരോ പടം കഴിയുന്നവരും ഓരോ ക്യാരക്ടർ കിട്ടുന്നവരും അല്ലെങ്കിൽ ഓരോ പടത്തിൽ ലൊക്കേഷൻ ഷൂട്ട് കഴിയുന്നവരും നമ്മളുടെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിച്ച കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്താ പഠിക്കാൻ പറ്റാന്നൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മൾ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ പടത്തിൽ കഴിയുന്നവരും നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അടുത്തതിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ഇത് ഭയങ്കര ഇഷ്ടമാണ് അഭിനയം. അപ്പോൾ അത് ഇതറിയണം, ഇനി വേറെ പരിപാടിയൊന്നും അറിയാൻ പാടില്ല. അതെന്നെ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ വളരെയധികം സന്തോഷം. ഇറങ്ങിക്കഴിഞ്ഞൊരു വിവാദത്തിന് ഇവിടെ സാഹചര്യമാണ്. പടം കണ്ടില്ലേ? അപ്പം അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വിവാദം വരട്ടെ, അറിയില്ല, എനിക്ക് പറ്റി അറിയില്ല. വരുമ്പോൾ അറിയാം എന്ത് ടൈപ്പ് വിവാദമായിരിക്കും. പടം ചെയ്തില്ല, എന്ത് ചെയ്യാല്ല, നേരെ വരിക. ചെല്ലട്ടെ. പുതിയത് ഇനിയിപ്പോൾ അൻപൂട് കമ്പനി, പിന്നെ ഷെബിൻക മഹേശ്വരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അക്കിങ്ങനെ നിൽക്കുമാരുടെ ഒരു പടം ഇപ്പോൾ നടത്തി. ടൈറ്റിൽ കിട്ടില്ല. പിന്നെ